എല്ലാവർക്കും സുമി കിഡ്സ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്താണെന്നും അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ എന്താണെന്നുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ഇതിനെ എന്താ മലയാളത്തിൽ പറയുന്നത്? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ. എന്താണ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ? കേട്ടോ, എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8 എന്ന് തുടങ്ങുന്ന നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 എന്നിങ്ങനെ എണ്ണി തുടങ്ങും. അപ്പോൾ ഇതിനൊരു എൻഡ് ഉണ്ടോ? നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പിടി മണൽ തരികൾ എടുത്തു, എന്നിട്ട് അത് നമ്മോട് എണ്ണാൻ പറഞ്ഞാൽ നമുക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? ഇല്ല, അത് അനന്തമായി പോയിക്കൊണ്ടിരിക്കും. അതിന് ഒരു എൻഡ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഇതുപോലെ ഇൻഫിനിറ്റ് ചിഹ്നം. ഇനി നോക്കിക്കേ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ അതെ 1 ആണ്. 1 അല്ലേ? 1 മുതലല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ. എങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാ? നമുക്കറിയില്ല. എത്രത്തോളം ഉണ്ടോ നമുക്കറിയില്ല അല്ലേ? അതിനെ നമ്മൾ ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം ഉപയോഗിക്കാം കേട്ടോ. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണെന്ന് നോക്കിയാലോ? പറഞ്ഞേ, ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാ? ദേ ഇവിടെ 1, 2, 3 എന്നും തുടങ്ങി നമ്മൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, രണ്ടക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര അക്കങ്ങൾ ഉണ്ടാകും? 2 അക്കങ്ങൾ കൂടി ചേർന്നതാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, 10 എല്ലാവരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. 10 ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. എത്ര അക്കങ്ങളാണുള്ളത്? 2 അക്കങ്ങളുണ്ട്, 1ഉം 0ഉം അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യയാണ് 10. ഇനി ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാ? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ചോദിച്ചത്. അപ്പോൾ കൂട്ടുകാർ ഈ എഴുതിയതിൽ നോക്കിയേ, ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയാണ് 99, 99 അല്ലേ? അപ്പോൾ എങ്ങനെയാ അതിൽ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ആയത്? അടുത്ത സംഖ്യ 100 ആണ്, 100 ആണ്. അതിൽ എത്ര അക്കങ്ങളാണുള്ളത്? 3 എണ്ണമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 അല്ലേ? എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാ? അതെ, 100. 100ൽ എത്ര അക്കങ്ങളാണ് ഉള്ളത്? 3 അക്കങ്ങളുണ്ട് അല്ലേ? 100ൽ 3 അക്കങ്ങളാണുള്ളത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാവും? നമ്മൾ 1 മുതൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ കുറേ നമ്മൾ എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടും ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അതെ, 999, 999 അല്ലേ? അടുത്തത് അതിൻ്റെ അപ്പുറത്ത് ഏതാ? 999 കഴിഞ്ഞാൽ പിന്നെ 1000 1000. അതിൽ എത്ര അക്കങ്ങളാണ് ഉള്ളത്? 4 അക്കങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999 അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായോ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന, നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഹോൾ നമ്പേഴ്സ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ?
ഇവിടെ നോക്കിയേ, ഇതെന്താ? 1 2 3 4. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പോൾ എന്താണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്? ഇതിൻ്റെ കൂടെ 0 ചേർത്ത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്നതാണ്. 0 മുതൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും ഉള്ള വ്യത്യാസം, ഇത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കേട്ടോ. നോക്കിയേ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാ? 0 അല്ലേ? 0 ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചു, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതായിരുന്നു? 1 അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 എന്ന് വെച്ചാൽ നമ്മൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്, കേട്ടോ.